بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ഫാത്തിഹയിലെ സിറുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആയത്തായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലെ നസ്തഈൻ അല്ലെങ്കിൽ സഹായതേട്ടം എന്ന പദമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഇത് നഹ്വു ഗ്രന്ഥമായ അൽഫിയയിൽ നിന്നുള്ള മുഹമ്മദ് ഇമാം ബിൻ മാലിക് റഹിമഹുല്ലാഹയുടെ ആ മഹാനവറുകൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ച രീതി, അല്ലാഹുവിനെ സ്തുതിക്കുന്നു, സ്വലാത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് മേൽ സ്വലാത്ത് ചെയ്യുന്നു. പിന്നെ ആ പരിശുദ്ധമായ ഗ്രന്ഥം നഹ്വിന്റെ ഗ്രന്ഥം എഴുതാൻ വേണ്ടി എന്ത് ചെയ്തു? അല്ലാഹുവോട് സഹായം തേടുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇതുപോലെ, ഇതാണ് അതിന്റെ മെത്തേഡ്. അങ്ങനെ അല്ലാഹുവോട് സഹായം തേടുന്നു ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ. അൽഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവോട് ഞാൻ സഹായം തേടുന്നു. ഇത് നഹ്വിന്റെ ഗ്രന്ഥം. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവോട് സഹായം തേടിയ വിഷയം അത് സൂറത്ത് ആറാഫിലെ 127-128 ആയത്തുള്ളത്. കാലമൂസ, അതിന് മുമ്പുള്ള 27 ആയത്ത് നോക്കൂ. ഫിറൗൻ എന്ന് പറയുന്ന സ്വച്ഛാധിപതിയായ ഭരണാധികാരി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും തന്റെ ഖൗമിനെയും എന്ത് ചെയ്തു? മർദ്ദനത്തിന് വിധേയമാക്കുകയും അവിടുത്തെ പുരുഷ അല്ലെങ്കിൽ ആൺമക്കളെ കൊന്നുകളെയും സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത വിഷയം വിശദീകരിക്കുന്നു. അപ്പോൾ കാലൽ മലവുമിൻ ഖൗമി ഫിറഔൻ, ഫിറൗനിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനികൾ പറഞ്ഞു, എന്ത് ഫിറൗനെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ മൂസ നിങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളെ, നിങ്ങളുടെ ഇലാഹുകളെ വിട്ടുകളയുന്നു. അദ്ദേഹത്തിന്റെ ആൾക്കാരെ ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ വിടുകയാണ്. ആ സമയത്ത് ഫിറൗൻ പറഞ്ഞത്, ഞാൻ ജനങ്ങളെ എങ്ങനെയുള്ള അവരുടെ ആൺമക്കളെ കൊന്നുകളയും അതുപോലെ തന്നെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള കാരണം പറയുന്നത് എന്താ? എന്താ പറയുന്നത്? എന്നാണ് പറയുന്നത്. ഫിറൗൻ പറയുന്നത്, ഞാൻ അവരുടെ മേൽ, അല്ലെങ്കിൽ ഇസ്രായേലി എന്ന് പറയുന്ന ആ ജനതയുടെ മേൽ ആരാണ് സർവാധിപത്യം ഉള്ളവനാണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഫിറൗൻ. അപ്പോൾ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ് വസ്ബിറൂ. ശരിക്കും ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിക്കുന്നതാണ്. സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ അവിടെ സ്വാധീനവും അധികാരവും മൂലം എന്ത് ചെയ്യുന്നു? എല്ലാവരെയും അടിച്ചമർത്തി, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കിക്കൊണ്ടി. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഇന്നും ഭരണാധികാരികളുടെ സ്വാധീനം മൂലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മർദ്ദന മുറകൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ ലോകത്ത് നിങ്ങൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നല്ല. പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കൂടെയുള്ള ആൾക്കാരുടെ സംഘബലം കൊണ്ടോ ആയുധങ്ങളുടെ ശക്തി കൊണ്ടോ സഹായിക്കമൊന്നുമല്ല,
ഖാല മൂസാ ലിഖൗമി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ. നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണേ, അതിന്റെ കൂടെ വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണേ. ആലോചിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹുവോട് സഹായം തേടാനാ. മനുഷ്യന്റെ വർത്തന മുറകളും അതുപോലെ തന്നെ കിരാത ഭരണങ്ങളും എത്രത്തോളം ദ്രോഹിക്കാമോ അതുപോലെയുള്ള ദ്രോഹങ്ങളെല്ലാം നടത്തിക്കൊണ്ട് രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു ജനങ്ങളോട് പറഞ്ഞു അല്ലാഹുവോട് സഹായം തേടാൻ. ആലോചിച്ചു നോക്കൂ. കാരണം ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റേതാണ്. ഭൂമി വിശാലമാണ്, ആ ഭൂമി അല്ലാഹുവിന്റേതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ഭൂമി അവൻ അവകാശപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവന്റെ ഇഷ്ടമുള്ള ദാസന്മാരിൽ നിന്ന്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഖുർആനിന്റെ അർത്ഥം അല്ലാഹു ഉദ്ദേശിക്കുന്നവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭൂമി അവകാശപ്പെടുത്തി കൊടുക്കും. ആശ്വാസത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നു. അന്തിമമായ വിജയം മുത്തഖീനുകൾക്കാണ്. അഥവാ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരാണോ അവർക്കാണ്. എവിടുന്നാ തുടങ്ങിയത്? ഒരു മർദ്ദൻ നടത്തിക്കൊണ്ടിരുന്ന ദുർഭരണാധികാരികൾ രക്ഷ നേടാൻ വേണ്ടി അല്ലാഹുവിനോട് സഹായം തേടാൻ പറഞ്ഞു. അതിന്റെ കൂടെ അവസാനം പറഞ്ഞു നിങ്ങൾ സുബറെടുക്കണം. അവസാനമുള്ള വിജയമാർക്കായിരിക്കും? മുത്തഖീനുകളായിരിക്കും. അല്ലെ? ഇത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കും. ഈ പള്ളി അല്ലാഹുവിന്റെ ഈ ഭവനം ഇവിടെ പൊളിക്കുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഈ പള്ളിയുടെ പേരിലൊക്കെ ആക്രമിക്കുകയും ചെയ്തു ഇന്ത്യ മഹാരാജ്യത്ത്. ധാരാളം സഹോദരന്മാരെ കൊന്നുകളെ. ഇതൊന്നും കണ്ടിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആരും പ്രതികരിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് വന്നപ്പോഴുണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവ സഹോദരന്മാർ എവിടെയൊക്കെ ഉണ്ടാവുക എല്ലായിടത്തും ആക്രമിക്കപ്പെട്ടു. ശരിക്കും ആക്രമിക്കപ്പെട്ടു. എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ ഇപ്പോഴും കിടന്നു. വീടുകൾ പുറത്തു വിടാനില്ല. അവർക്ക് ആരാധനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വന്നപ്പോഴാണ് അവർ ചിന്തിച്ചത്, ഇത് തന്നെയല്ലേ മുസ്ലിങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ഒന്നും വേണ്ടിയില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രത്തിന്റെ ഹെഡിങ് സബ് ഹെഡിങ് ന്യൂയോർക്ക് ടൈംസിന്റെ പത്രത്തില് ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണാധികാരികള് ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട് ചെയ്ത കാര്യം പറഞ്ഞ് ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജിൽ വന്നു. ഇവിടുത്തെ ഫോട്ടോ ഒക്കെ കൊടുത്തു. അന്ന് മുസ്ലിങ്ങള് അവരെ ആക്രമിച്ചുകൊണ്ട് ഇപ്പോൾ മിണ്ടാതിരുന്നു. മർദ്ദനത്തിന് വിധേയമായപ്പോൾ മിണ്ടാതിരുന്നു. ഇവിടെ മുസ്ലിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഇതിപ്പോ മിണ്ടാതിരുന്നു. അവർ ചിന്തിച്ചില്ല ഇതേ അനുഭവം ഞങ്ങൾക്കുണ്ടാകും. അന്നാരും മുസ്ലിങ്ങളുടെ കൂടെ നിന്നില്ല. അന്തർസംഘ ശക്തികളും ലോകത്തുള്ള ഒരു ശക്തികളും രാജ്യങ്ങളുമായിക്കോട്ടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും വന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു മുസ്ലിങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ ഭവനം പൊളിച്ചപ്പോഴും ക്ഷമിച്ചു. പച്ച മനുഷ്യരെ പച്ചക്ക് തല്ലിക്കൊന്നിട്ടും മുസ്ലിങ്ങൾ ക്ഷമിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു. ഏതുപോലെ തന്റെ ജനതയോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണേ. വസ്ബിറൂ. അതാണ് നമ്മൾ ചെയ്തത്. ഇന്ന് ലോകത്ത് ഈ പാഠങ്ങൾ നമുക്കൊരു തെളിവായിട്ട് വന്നിരിക്കുന്നു. ഇന്ന് അവർ കിടന്നിട്ട് വിഷമിക്കുന്നു കേട്ടാ. അത് നിങ്ങൾ ചെറുപ്പക്കാർ ശരിക്കും ചിന്തിക്കുന്ന വിഷയം. അന്ന് ഭരണാധികാരികള് യൂറോപ്യൻകാരായിട്ടുള്ള സംഘശക്തികൾ പറഞ്ഞ ശക്തരായിട്ട് രാജ്യങ്ങൾ ആരും ഇടപെട്ടില്ല. ഇടപെട്ടോ? ഇന്ന് ഇപ്പൊ അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ട് പോലെ ഇവിടെ യുദ്ധം നടക്കും. അതാണ് സഹോദരന്മാരെ അല്ലാഹുവോടാണ് സഹായം തേടേണ്ടത്. ഈ വിഷയത്തിലാണ് നമ്മുടെ ഉസ്താദുമാര് ജനങ്ങളെ തെറ്റിച്ച് പോയിട്ട് അല്ലാഹുവോട് മാത്രം ആരാധിക്കണം, അവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഹായം ചോദിക്കുക. മഹാന്മാരോട് നിങ്ങൾ സഹായം ചോദിക്കുക. സഹായം ചോദിച്ചത് എവിടെയാണ്? ഏറ്റവും ആത്യന്തിക ഘട്ടത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള ജീവിത പ്രതിസന്ധികളിൽ അല്ലാഹുവോട് സഹായം തേടുന്നവർ മരണപ്പെട്ടു പോയ മഹാന്മാർ, അവർ നല്ല ആൾക്കാരാണ്. അവരോട് സഹായം തേടണമേ എന്ന്
ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വെച്ചല്ല, വെറുതെ വാങ്ങോട്ട് ഇങ്ങനെ പറയും. ജനങ്ങൾ അതില് വഴിപഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യമേ പറഞ്ഞ സഹായം ഇബ്നു മാലിക് റഹിമഹുല്ലാഹയുടെ നഹ്വിൽ നിന്നെടുത്തു. ഇപ്പൊ ഇൻഷാല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ നിന്നെടുത്തു. ഇൻഷാല്ലാഹ് നാളെ ഹദീസിൽ നിന്നുള്ള നമുക്ക് ഈ സഹായതേട്ടം എങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത് ഇത് പഠിക്കണം. ഇത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടും അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഏത് പ്രശ്നവുമായിക്കോട്ടെ, അല്ലാഹു ഈ പ്രശ്നത്തിൽ നീ സഹായിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഇമാം മാലിക് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് കാണിച്ചു തന്ന പോലെ അതാണ് സ്തുതിക്കണം, സ്വലാത്ത് ചൊല്ലണം, കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ മുൻഗാമികൾ കാട്ടി തന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. റബ്ബനാ ളലനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.